ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. കോൺഗ്രസ് പാർട്ടിയിൽ പിന്തുണയില്ലാത്ത ഒരാളെ ഒരിക്കലും കോൺഗ്രസ് പാർട്ടി അവരുടെ പാർലമെന്ററി പാർട്ടി നേതാവായി തിരഞ്ഞെടുക്കില്ല. BJP ബോധപൂർവം ഇതിൽ വർഗീയത കലർത്താൻ ശ്രമിക്കുകയാണ്. ഞാൻ ഇതൊക്കെ വളരെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതാ. എല്ലാവരും ഇനിയെങ്കിലും എന്നെ അഭിനന്ദിക്കുക. ശ്രീമാൻ VD സതീശന്റെ എൻട്രി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു അൺസെറിമോണിയൽ എൻട്രി ആയിരുന്നു. കാരണം ഒരുപക്ഷെ കേരളത്തില് ഇന്നേ വരെ ഒരു മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പിനും ഉണ്ടാകാത്ത ഒരു ഡ്രാമ, അതിനുശേഷം ഉണ്ടായ പ്രശ്നങ്ങൾ, ഇതൊക്കെ നോക്കുമ്പോൾ നമ്മൾ തെരുവിൽ വലിയ ആവേശം കാണുന്നുവെന്ന് തോന്നുമ്പോൾ തന്നെ രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയോടുകൂടിയാണ് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കടന്നെത്തുന്നത് എന്നൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഇന്ന് ശ്രീമതി ദീപാദാസ് മുൻഷി അവരുടെ ഒരു ബൈറ്റ് ഞാൻ കാണുകയുണ്ടായി. അതിൽ അവർ സമ്മതിക്കുന്നുണ്ട് MLA-മാരുടെ എണ്ണത്തിൽ KC വേണുഗോപാലിനായിരുന്നു പിന്തുണ കൂടുതൽ എന്ന് പറയുന്ന ഒരു ബൈറ്റ് ഇന്ന് കേരളത്തിലെ ഒരു പ്രമുഖ ചാനൽ പുറത്തുവിട്ടിട്ടുണ്ട്. ഞാനത് കണ്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോ തന്നെ ആദ്യ വാദം തന്നെ പൊളിഞ്ഞു. പാർലമെന്ററി പാർട്ടിയിൽ ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു മുഖ്യമന്ത്രി എന്നത് എക്കാലത്തേക്കും ശ്രീമാൻ VD സതീശന്റെ മേലുള്ള ഒരു ബ്ലാക്ക് മാർക്ക് തന്നെയാണ്. ബ്ലാക്ക് മാർക്ക് ഇൻ ദ സെൻസ് അതൊരു പോരായ്മ തന്നെയാണ്. ഇപ്പൊ ഇത്തിരി നാറിയാലും അത് ഞാൻ അങ്ങോട്ട് സഹിക്കും. ഇപ്പൊ ഉള്ളതിനേക്കാൾ കൂടുതൽ നാറരുതെന്ന് എനിക്ക് പ്രാർത്ഥനയുള്ളൂ. അല്ലാതെ അദ്ദേഹം യുനാനിമസ് ആയി കേരളത്തിന്റെ MLA-മാർ ചേർന്ന് തെരഞ്ഞെടുത്ത നേതാവല്ല എന്നതൊരു വസ്തുതയാണ്. പിന്നെ ജനവികാരം എന്ന് പറയുമ്പോൾ MLA-മാരല്ലേ യഥാർത്ഥ ജനവികാരത്തെ റെപ്രസെന്റ് ചെയ്യുന്നത്? അതോ തെരുവിലിറങ്ങുന്ന 250, 500, 1000 ആൾക്കാരുടേതാണോ ജനവികാരം? ഒരു മണ്ഡലത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ പ്രതിനിധിയാണോ ഒരു MLA? അങ്ങനെ അതാണല്ലോ ജനാധിപത്യം. അപ്പോ ലക്ഷക്കണക്കിന് ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന MLA പ്രകടിപ്പിക്കാത്ത എന്ത് ജനവികാരമാണ് തെരുവിൽ 1000 പേര് പ്രകടിപ്പിക്കുന്ന ജനവികാരത്തിനുള്ള വലിപ്പവും അല്ലെങ്കിൽ അതിനുള്ള വിലയും എന്താണ്? ത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെയും പിന്തുണ ശ്രീമാൻ VD സതീശന് ഇല്ല എന്നത് യാഥാർത്ഥ്യമല്ലേ? അത് ഞാൻ ഏതെങ്കിലും രാഷ്ട്രീയ വിമർശനത്തിന് വേണ്ടി പറയുന്ന കാര്യമല്ല, അതല്ലേ യാഥാർത്ഥ്യം. തെരുവിലുണ്ടായിരുന്നു. തെരുവിൽ എത്ര പേരാ ഉണ്ടായിരുന്നത്? നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ജനാധിപത്യത്തെ തെരുവിലല്ലോ നമ്മൾ വിലയിരുത്തേണ്ടത്. ജനാധിപത്യത്തിൽ നിങ്ങൾ ജനങ്ങളുടെ മാൻഡേറ്റ് കിട്ടിയിട്ടുള്ളത് MLA-മാർക്കാണ്. MLA-മാരല്ലേ ആ കോൺസ്റ്റിറ്റ്യുവൻസിയെ പ്രതിനിധീകരിക്കുന്നത്. കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന കോൺഗ്രസ് MLA-മാരുടെയും പിന്തുണ ശ്രീമാൻ VD സതീശൻ ഇല്ല എന്നതൊരു പരമമായ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് BJP നിങ്ങൾ ജയിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം അവിടെ പോയി MLA-മാരുടെ അഭിപ്രായം കേട്ടതിന് ശേഷമാണോ മുഖ്യമന്ത്രിമാരെ നിശ്ചയിച്ചിട്ടുള്ളത്, അതോ ഡൽഹിയിൽ നിന്ന് കേന്ദ്ര നേതൃത്വം നിശ്ചയിക്കുകയാണോ? ഞങ്ങളിങ്ങനെ MLA-മാരെ ഏതെങ്കിലും ബഹുഭൂരിപക്ഷ MLA-മാര് വേണ്ടാന്ന് പറഞ്ഞ ഒരാളെയാണോ ആക്കിയിട്ടുള്ളത്? അങ്ങനെ അല്ലല്ലോ. അല്ല, പാർട്ടിയുടെ നിലപാടുകൾ പാർട്ടിയുടെ അഭിപ്രായം തേടിയതിനു ശേഷമാണോ BJP മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാറ്, അതോ കേന്ദ്ര നേതൃത്വം നിശ്ചയിക്കുകയാണോ? എന്താണ് നിങ്ങളുടെ പാർട്ടിയിലെ രീതി? അല്ലല്ലോ, പലയിടങ്ങളിലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉയർത്തിക്കാട്ടിയാണല്ലോ കഴിഞ്ഞ കുറെ കാലങ്ങളായി BJP എല്ലാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുള്ളത്. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഉയർത്തിക്കാട്ടി, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉയർത്തിക്കാട്ടിയിട്ടല്ലേ ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് തന്നെ. അപ്പൊ പിന്നെ അങ്ങനെ ഒരു ക്വസ്റ്റ്യനെ ഉണ്ടാകുന്നില്ല. എല്ലായിടത്തും അങ്ങനെയാണല്ലോ. ഡൽഹി തെരഞ്ഞെടുപ്പ് ഏറ്റവും കൂടുതൽ 2025 നടന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരെയാണ് നിങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിയിരുന്നത്? വേണമെങ്കിൽ കുറച്ചുകൂടെ സിമ്പിളാക്കി തരാം. അതാ ഞാൻ പറഞ്ഞത്, ബഹുഭൂരിപക്ഷ ഇടങ്ങളിലും അങ്ങനെയാണ്. ഞാൻ പറഞ്ഞു വന്നത് അത് തന്നെയാണ്. അതായത് ഒരു പാർട്ടി എന്ന നിലയിൽ നിങ്ങൾ എങ്ങനെയും തീരുമാനമെടുത്തുള്ളൂ. ഈ ഡ്രാമയെ പറ്റിയേ പറഞ്ഞുള്ളൂ. നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ ശരി, BJP-യുടെ രീതി അതാണെങ്കിൽ ഞങ്ങൾ പാർലമെന്ററി പാർട്ടിയുടെ അഭിപ്രായം തേടുന്നില്ല. ഇവിടെ പാർലമെന്ററി പാർട്ടിയുടെ അഭിപ്രായം തേടിയതിനു ശേഷം അവരുടെ വോട്ട് വാങ്ങിയിട്ട് അദ്ദേഹത്തിനല്ല പിന്തുണ എന്ന് ശേഷം മറികടന്നതിനെ പറ്റിയാണ് സംസാരിച്ചത്. പാർലമെന്ററി പാർട്ടിയുടെ അഭിപ്രായമല്ലേ ജനവികാരം പ്രതിഫലിക്കുന്നതെന്നാണ് എന്റെ സംശയം. ഡൽഹിയിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഒക്കെ പാർലമെന്ററി പാർട്ടിയിലെ ജനവികാരം കണക്കിലെടുത്തിട്ടാണോ നിങ്ങൾ മുഖ്യമന്ത്രിമാരെ പ്രഖ്യാപിച്ചത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണോ തിരഞ്ഞെടുപ്പ് നേരിട്ടത്? ഞാനതാണ് പറഞ്ഞത്. ഓരോ പാർട്ടിയും അവലംബിക്കുന്ന ഓരോ രീതി ഉണ്ടല്ലോ. നിങ്ങൾ ആ രീതി അവലംബിച്ചോളൂ. നിങ്ങൾക്ക് ഏകപക്ഷീയമായ ആരോട് ചോദിക്കാതെ VD സതീശനെയോ രമേശ് ചെന്നിത്തലയോ KC വേണുഗോപാലിനെ ആരെയും തീരുമാനിക്കാമായിരുന്നല്ലോ. അതേപ്പറ്റി അല്ലല്ലോ ഇവിടുത്തെ ചർച്ച. എന്താണ് ചോദ്യം? നിങ്ങൾ ഇത്രയേറെ പ്രോസസ് നടത്തിയതിനു ശേഷം എന്റെ റിസൾട്ടിൽ VD സതീശൻ അത് ഇല്ല എന്ന് മാത്രമേ പറഞ്ഞില്ല. അതിന്റെ ശരി തെറ്റുകളെ പറ്റി അല്ലല്ലോ ഇവിടെ വിലയിരുത്തിയത്. ഞാൻ എന്താ പറഞ്ഞത്? നിങ്ങൾ പാർലമെന്ററി പാർട്ടിയിൽ വോട്ടെടുപ്പ് നടത്തി അവരുടെ അഭിപ്രായം തേടിയപ്പോൾ എന്താണ് അവസ്ഥ? VD സതീശന് പിന്തുണ ഇല്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അതേ ഞാൻ പറഞ്ഞുള്ളൂ. എന്താ ആലോചിക്കാനിരിക്കണേ?
അതിനാർക്കവിടെ അഭിപ്രായ വ്യത്യാസം? ആ യാഥാർത്ഥ്യത്തെ എങ്ങനെയാണ് കോൺഗ്രസ് മറികടന്നത് എന്നതിന്റെ ലക്ഷണം ഇന്നത്തെ തെരുവുകളിൽ നിങ്ങൾ കണ്ടില്ലേ? ഇപ്പൊ ഞങ്ങള് ഏതെങ്കിലും തരത്തിൽ വർഗീയത എന്നാണല്ലോ ഇവിടെ ശ്രീമതി നിഷയും ആദ്യ ഘട്ടത്തിൽ സൂചിപ്പിച്ചത്. എന്താണ് വർഗീയമായ പരാമർശം നടത്തിയത്? ഇവിടെ കണ്ട ഒരു നേതാവിന് അനുകൂലമായ പ്രകടനത്തിന്റെ എന്ത് കുഴപ്പമാണ് സന്ദീപ് വാചസ്പതിയും BJP-യും കാണുന്നത്? അല്ല, VD സതീശനെ അനുകൂലിക്കുന്നതിനകത്തോ രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്നതിനകത്തോ അല്ലല്ലോ പ്രശ്നം. ഇന്ന് തൊടുപുഴയിൽ വിളിച്ച മുദ്രാവാക്യം എന്തായിരുന്നു? നിഷയുടെ ചാനലിൽ ആ വിഷയമുണ്ടല്ലോ, അതൊന്ന് കേൾപ്പിക്കൂ. ഞാൻ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും, അതെന്റെ ചെറുപ്പം മുതലുള്ള ശീലം. എന്തിനാണ് സുകുമാരൻ നായരെയും വെള്ളാപ്പള്ളി നടേശനെയും അധിക്ഷേപിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നത്? സ്വന്തം നേതാവിന് ജയ് വിളിച്ചോളൂ, നിങ്ങൾ വിജയിച്ചു, നിങ്ങൾക്ക് മുഖ്യമന്ത്രി ഉണ്ടായി, ആയിക്കോട്ടെ. അപ്പോ ആരാണത് വിളിക്കുന്നത്? സ്വാഭാവികമല്ലേ സന്ദീപ്, സമുദായ നേതാക്കൾ രാഷ്ട്രീയ പാർട്ടികളുടെ വിഷയങ്ങൾ അഭിപ്രായം പറയാൻ ഇറങ്ങി പുറപ്പെട്ടാൽ തിരിച്ചും പ്രതീക്ഷിക്കണ്ടേ? അത് സ്വാഭാവികമല്ലേ? അല്ല, പ്രതീക്ഷിച്ചോട്ടെ. അല്ല, അതാ ഞാൻ പറഞ്ഞത്, ആരാണ് വിളിച്ചത്, അതിന്റെ സാങ്കത്യം എന്താണ്? ഇതിനു മുൻപ് പ്രസംഗിച്ച ചില കാര്യങ്ങൾ കൂടി കൂട്ടി വായിക്കുമ്പോഴാണ് നിഷ നമുക്കതിൽ അസ്വാഭാവികത ഉണ്ടാകുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ കേട് മുസ്ലിങ്ങൾക്ക് വേണ്ടി തീർത്തിട്ട് വേണം നമ്മൾ അടുത്ത UDF ഭരണം പിടിക്കാനെന്ന് പ്രസംഗിച്ചത് KM ഷാജിയല്ലേ? മതമാണ് പ്രശ്നമെന്ന് പ്രസംഗിച്ചത് KM ഷാജിയല്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ പാർട്ടി ഇത് ചെയ്യുമ്പോഴാണ് പ്രശ്നം. അതെങ്ങനെ വിടാൻ പറ്റും? ഒരിക്കൽ പറഞ്ഞ മതമാണ് ഞങ്ങളുടെ പ്രശ്നമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മതത്തിന് സമുദായത്തിന് വേണ്ടി വേണം ഭരണം പിടിക്കാനെന്ന് പ്രസംഗിച്ചതിന് ശേഷം തെരുവിൽ ഇത് നടത്തുമ്പോഴുണ്ടാകുന്ന അസ്വാഭാവികതയെ പറ്റി ഞങ്ങൾ പറഞ്ഞുള്ളൂ. ഇതൊന്നും പൂർണ്ണമായി ജനാധിപത്യത്തിൽ സ്ത്രീകളുടെ കെട്ടുതാലി പൊട്ടിക്കുമെന്ന് പ്രധാനമന്ത്രി പ്രസംഗിച്ചിട്ടില്ലേ തെരഞ്ഞെടുപ്പ് കാലത്ത്? ആരാണ് ഈ രാജ്യത്ത് മതം പറയാതെ പ്രസംഗിക്കുന്നവർ? വളഞ്ഞു പറഞ്ഞോ തെരഞ്ഞെടുപ്പ് റാലികളിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ ശ്രീ സന്ദീപ് സ്ത്രീകളുടെ കെട്ടുതാലി വരെ പണയം വെക്കേണ്ടി വരും എന്ന് പറയുന്നത് വർഗീയതയാണോ? അല്ല, നിശ്ചയം തന്നെ രണ്ടും തമ്മിൽ കോയിൻ ചെയ്യാൻ എനിക്ക് മനസ്സിലായില്ല. എന്താ സാമ്യം എന്ന് പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. നിഷ, ഈ രാജ്യത്ത് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അടക്കമുള്ള ആളുകൾ ഒരു വർഗീയതയും ഈ തെരഞ്ഞെടുപ്പുകളിലൊന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ലേ? അതൊരു അത് കലക്കി. ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് BJP ഭരിക്കുന്നത് BJP-യോടെല്ലാം പറഞ്ഞോ? നിങ്ങൾ കാണിക്കൂ. അല്ലെ നിഷ, വെറുതെ വന്നിരുന്ന് അങ്ങ് സാമീകരിക്കാതെ. എവിടെയാ BJP പ്രസംഗത്തിലുള്ളത്? BJP ഭരിക്കാൻ പോകുന്നത് കഴിഞ്ഞ 60 വർഷക്കാലം കോൺഗ്രസ് ഭരിച്ചു, ഞങ്ങൾ പ്രതിപക്ഷം എന്ന് പറഞ്ഞു എന്നല്ല. ന്യൂനപക്ഷ സമുദായത്തെ അങ്ങേയറ്റം അവഹേളിക്കുന്ന തരത്തിൽ എന്തെല്ലാം പ്രസംഗങ്ങൾ ഏതെല്ലാം തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങളുടെ നേതാക്കൾ നടത്തിയിരിക്കുന്നു. എന്താണ് അവഹേളനങ്ങൾ? നിങ്ങളുടെ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ നടത്തിയിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടുള്ള പ്രയോഗങ്ങൾ സന്ദീപ് വാചസ്പതി കേട്ടിട്ടുണ്ടോ? അതാ പറഞ്ഞതെന്നേ. അല്ല, നിങ്ങൾക്ക് പറഞ്ഞാലും തെറ്റ്, ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞാലും തെറ്റ്, KM ഷാജി പറഞ്ഞാലും തെറ്റ്. ആരും വർഗീയത പറഞ്ഞ് രാഷ്ട്രീയം കളിക്കാൻ ശ്രമിക്കരുത് എന്നുള്ളത് തന്നെയാണ്. ഇതിനെ കണ്ണുകൊണ്ട് കാണുന്നോണ്ടാ. അപ്പൊ നമുക്കൊക്കെ മഞ്ഞക്കണ്ണ്, നിങ്ങൾക്ക് മാത്രം വെള്ളക്കണ്ണ്. അല്ല, അതേ ഞാൻ പറഞ്ഞുള്ളൂ. അതായത് കേരളത്തിന്റെ തെരുവുകളിൽ ഇന്ന് ഉയർന്ന മുദ്രാവാക്യത്തെ പറ്റിയേ പറഞ്ഞുള്ളൂ. ഇവിടെ പറഞ്ഞല്ലോ, ഹൈക്കമാൻഡിന് എന്തുകൊണ്ടാണ് ഈ പറയുന്ന MLA-മാരുടെ ഭൂരിപക്ഷ അഭിപ്രായത്തെ മറികടക്കേണ്ട സാഹചര്യം ഉണ്ടായത്? ആ സാഹചര്യം എവിടെ നിന്നുണ്ടായി? ഈ കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന രാഷ്ട്രീയമായ എതിരഭിപ്രായങ്ങളാണ് ഞങ്ങൾ പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഏതെങ്കിലും തീർച്ചയായിട്ടും ജമാഅത്തെ ഇസ്ലാമിയുടെയും മുസ്ലിം ലീഗിന്റെയും സമ്മർദ്ദം തന്നെയാണ് അതിന്റെ പിന്നിലുള്ളത്. ഞങ്ങളത് മനസ്സിലാക്കുന്നു. അതാണ് ഞങ്ങളുടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആരോപണം. അത് തന്നെയല്ലേ അൾട്ടിമേറ്റ്ലി സംഭവിച്ചത്. വയനാട്ടിൽ VD സതീശനെ അല്ലാതെ സ്ഥിരമായി അവർ UDF-ന്റെ ഘടകകക്ഷിയാണ്. അവർ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഞങ്ങളുടെ ഘടകകക്ഷിയാണ് എന്ന് പറഞ്ഞ് തന്നെയാണ് UDF തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുള്ളത്. ഇനി മറ്റൊന്ന്, മുസ്ലിം ലീഗിന്റെ പിന്തുണയിൽ മാത്രമേ നിങ്ങൾക്ക് പ്രശ്നമുള്ളൂ. RSPയുടെ പിന്തുണ, കേരള കോൺഗ്രസ് ജോസഫിന്റെ പിന്തുണ, ഇതൊക്കെ VD സതീശൻ ഉണ്ടായിരുന്നു. ഇവരൊക്കെ തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേരള കോൺഗ്രസ് ജോസഫിന്റെ പിന്തുണയിലും RSPയുടെ പിന്തുണയിലും നിങ്ങൾക്ക് പ്രശ്നമില്ല, മുസ്ലിം ലീഗിന്റെ പിന്തുണയിൽ മാത്രമാണ് പ്രശ്നം. അതിനെ എങ്ങനെയാണ് വായിച്ചെടുക്കേണ്ടത് ശ്രീ സന്ദീപ് വാചസ്പതി? മനസ്സിലായില്ല, മനസ്സിലാക്കി തരാം. കേരള കോൺഗ്രസ് ഇവിടുത്തെ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയാണ് ഭരണം പിടിക്കുന്നതെന്ന് കേരള കോൺഗ്രസ് എവിടെയും പ്രഖ്യാപിച്ചിട്ടില്ല. RSP ഏതെങ്കിലും ജാതിക്കോ മതത്തിനു വേണ്ടിയാണ് ഭരണം പിടിക്കുന്നതെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. അങ്ങനെ പ്രഖ്യാപിച്ചത് ലീഗാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അതിൽ അസ്വാഭാവികതയുള്ളത്. അതാണ് ഞങ്ങളുടെ ആശങ്ക. അങ്ങനെ പറഞ്ഞതാണ് ആശങ്ക. അത് മറ്റേത് രണ്ടും പൊളിറ്റിക്കൽ പാർട്ടികളും ഇതൊരു മതപാർട്ടിയുമാണ്. ആ മതപാർട്ടി മതത്തിനു വേണ്ടി അധികാരം പിടിക്കുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു അസ്വാഭാവികത ഞങ്ങൾക്ക് തോന്നുന്നേ. ഞങ്ങൾക്ക് തോന്നാൻ ജനാധിപത്യപരമായി ഞങ്ങൾക്ക് ഇതിൽ റൈറ്റ് ഇല്ലേ?
മതത്തിന് വേണ്ടി അങ്ങനെ അധികാരം ആർക്കും പിടിക്കുന്നുവെന്ന് സ്വാഭാവികതയിൽ ഒരു മുസ്ലിം ലീഗ് ജനാധിപത്യ എവിടെയാണ് ഔദ്യോഗികമായി പറഞ്ഞത്? മുസ്ലിം ഭരണം കൊണ്ടുവരാനാണ്, അല്ലെങ്കിൽ മുസ്ലിം ഞങ്ങൾക്ക് ലീഗിന്റെ മുസ്ലിം MLA മുഖ്യമന്ത്രിയാക്കാനാണ് ഞങ്ങൾ ഇവിടെ രാഷ്ട്രീയം മുസ്ലിം ലീഗ് നടത്തുന്നതെന്ന് അല്ലല്ല, മുസ്ലിം ലീഗ് എവിടെയാണ് പറഞ്ഞത്? മുസ്ലിം ലീഗ് പറഞ്ഞ KM ഷാജിയുടെ ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിച്ചു. ഇനി ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഇത്തവണ ആർക്കായിരുന്നു? എന്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രഖ്യാപിത നിലപാടെന്താ? 2047 ആകുമ്പോൾ ഇന്ത്യ എന്താക്കണമെന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രഖ്യാപിത നിലപാട്? അതും കൂടെ പറയും നിഷ. കേട്ടിട്ട് വൈറ്റമിൻ സി ചോർന്ന് പോണു വിക്രമ. ജമാഅത്തെ ഇസ്ലാമിക്ക് ക്ലീൻ സ്ലേറ്റിൽ സർട്ടിഫിക്കറ്റ് കൊടുത്തത് ശ്രീമാൻ VD സതീശനല്ലേ? ജമാഅത്തെ ഇസ്ലാമി തങ്ങളുടെ നിലപാട് മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് സർട്ടിഫൈ ചെയ്തത് ശ്രീമാൻ VD സതീശനാ. ജമാഅത്തെ ഇസ്ലാമിക്കാർ പോലും പറഞ്ഞിട്ടില്ല ഞങ്ങളത് ഉപേക്ഷിച്ചു എന്ന്. അപ്പൊ അവിടെ നോക്കൂ, നിങ്ങൾ പറഞ്ഞ VD സതീശന്റെ വാഴ്ത്തുപാട്. ആദ്യ ദിവസം തന്നെ സത്യത്തിൽ ഞാൻ പറയേണ്ട ഒരു കാര്യം, ആദ്യ ദിവസം തന്നെ ഇത് ചർച്ചയാവരുതായിരുന്നു. കാരണം ഇവിടെ ശ്രീമാൻ VD സതീശൻ, നിങ്ങൾ എല്ലാവരും അദ്ദേഹത്തിന്റെ വാഴ്ത്തുപാട്ടിൽ പറയുന്നുണ്ടല്ലോ നിലപാടുകൾ അദ്ദേഹം ആർക്കെതിരെയാ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്? അദ്ദേഹം പറഞ്ഞു ഞാൻ മത സാമുദായിക നേതാക്കളുടെ തിണ്ണ നിരങ്ങില്ല. ശരിയാണ്, NSSന്റെ SNDPയുടെ തിണ്ണ നിരങ്ങാൻ പോയില്ല. പക്ഷെ ജമാഅത്തെ ഇസ്ലാമിയുടെയും കാന്തപുരത്തിന്റെയും മറ്റ് സാമുദായിക നേതാക്കന്മാരുടെ തിണ്ണ അദ്ദേഹം നിരങ്ങിയിട്ടുണ്ട്. ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. ആ ഇരട്ടത്താപ്പിനെ പറ്റി ഇരട്ടത്താപ്പ് മാത്രമേ പറഞ്ഞുള്ളൂ. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്ക് ക്ലീൻ സ്ലേറ്റ് സർട്ടിഫിക്കറ്റ് കൊടുത്തതാരാ? ശ്രീമാൻ VD സതീശനാണ്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഇനി ഒരു കാര്യം പറയൂ, വയനാട്ടിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റർ എന്തായിരുന്നു? വയനാട്ടിൽ ഇംഗ്ലീഷിലല്ലേ പോസ്റ്റർ വന്നത്? രാഹുലിനും പ്രിയങ്കയ്ക്കും ഇനി കേരളത്തിൽ കാല് കുത്താൻ പറ്റില്ല, വയനാടിനെ നിങ്ങൾ മറന്നേക്കൂ ആയില്ലേ? എല്ലാ നേതാക്കൾക്കും പ്രതിഷേധമുണ്ടായി. ഇംഗ്ലീഷിൽ ആരെഴുതിയെന്നാണ് താങ്കൾ പറയുന്നത്? എല്ലാ നേതാക്കൾക്ക് അങ്ങനെ അല്ലല്ലോ. ആരെഴുതിയെന്ന് കോൺഗ്രസ്സുകാർ കണ്ടുപിടിക്കണം. അതിൽ BJPക്കാർ വെച്ചിട്ടില്ല, CPM വെച്ചിട്ടുണ്ടോ അവരോട് ചോദിക്കണം. നിന്റെ പാർട്ടി നല്ല അസല് പാർട്ടിയാ. എന്തായാലും അവിടെ എഴുതി വെച്ചിരിക്കുന്ന പോസ്റ്ററിലെ വാചകങ്ങൾ നിഷയും കണ്ടതാണ്, ഞാനും കണ്ടതാണ്. അപ്പൊ അത് നിഷയ്ക്ക് ന്യായീകരിക്കണമെങ്കിൽ നിഷ ന്യായീകരിച്ചോളൂ. ശ്രീമാൻ ഇംഗ്ലീഷിൽ പോസ്റ്റർ എഴുതുന്ന ആർക്ക് വായിക്കാൻ വേണ്ടിയിട്ടായിരിക്കും? ഈ ഹിന്ദി അറിയാത്തതുകൊണ്ടായിരിക്കും അവർ ഇംഗ്ലീഷിൽ എഴുതുന്നത്. അതെനിക്കറിയില്ല. എന്തായാലും ഇവിടെ KC വേണുഗോപാലിനോ രമേശിനെതിരെയൊക്കെ വായിക്കാനാണ് മലയാളത്തിൽ എഴുതിയാൽ പോരെയോ? KPCC പ്രസിഡന്റ് മനസ്സിലാകണമെങ്കിൽ വയനാട്ടിൽ പോയി. കേരളത്തിൽ ഒരിടത്തും ഇംഗ്ലീഷ് പോസ്റ്റർ ഉണ്ടായില്ലല്ലോ. വയനാട് DCC ഓഫീസിന്റെ ഫ്രണ്ടിലല്ലേ വന്നത്? വയനാട്ടിലേക്ക് പ്രിയങ്കയ്ക്കോ രാഹുലിനോ വയനാടിനെ യുക്തിയാണല്ലോ. കോൺഗ്രസ്സുകാർ നാട് മുഴുവൻ പോസ്റ്റർ ഒട്ടിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സന്ദീപ്, നാട് മുഴുവൻ ആയിരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എവിടെ നിന്നല്ലോ ഹിന്ദിയിൽ കൂടെ ഡോക്ടർ ജിറ്റോ ജോൺ, പാർലമെന്ററി പാർട്ടിയിലെ ഭൂരിപക്ഷമല്ല, മറിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദമാണ് നിങ്ങളുടെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കലിലേക്ക് നയിച്ചത് എന്ന ആരോപണത്തിന് മറുപടി പറയും. VD സതീശൻ അമ്പലത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കുന്ന VD സതീശൻ പള്ളിയിലും പോവും, എല്ലാ മതത്തിൽപ്പെട്ട മനുഷ്യരുമായിട്ട് സംസാരിക്കും. അത് അദ്ദേഹം ഒരു മതേതരവാദി ആയതുകൊണ്ടാണ്, കോൺഗ്രസ്സുകാരനായതുകൊണ്ടാണ്. ആ രാഷ്ട്രീയം BJPക്കാർക്ക് മനസ്സിലാകാത്തത് അത് ഞങ്ങളുടെ കുഴപ്പമല്ല. ഇനി ഭൂരിപക്ഷം പാർലമെന്ററി പാർട്ടിയിൽ ഇല്ലെങ്കിൽ, ഈ തമിഴ്നാട്ടിൽ വിജയ് ചെന്നപ്പോൾ 4 വട്ടം മടക്കി അയച്ചില്ലേ ആർലേക്കർ, അതുപോലെ VD സതീശനോട് തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യണ്ട എന്ന് പറഞ്ഞ് മടക്കി അയച്ചായിട്ട് എൻ്റെ അറിവിലില്ല. അദ്ദേഹം തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുക. 102 പേരുടെ പിന്തുണയുമായിട്ടാണ് ചെന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ RSSകാരനായിട്ടുള്ള ആർലേക്കറോട് ചോദിച്ചാൽ മതി പാർലമെന്ററി പാർട്ടിയിൽ VD സതീശന് പിന്തുണയുണ്ടോ എന്ന്. ഇടുക്കിയിൽ ഇന്ന് വിളിച്ചതുപോലെ മോശപ്പെട്ട പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചാൽ മാതൃകാപരമായ നടപടി മുസ്ലിം ലീഗ് സ്വീകരിച്ചിട്ടുണ്ട്. മതമാണ് പ്രശ്നം എന്ന് KM ഷാജി പറഞ്ഞു. ആ പ്രസംഗം മൊത്തം കേൾക്കണം. നിങ്ങൾ വഖഫ് അമെൻമെന്റ് കൊണ്ടുവരുമ്പോൾ, നിങ്ങൾ പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവരുമ്പോൾ, നിങ്ങൾ അതുപോലെ ഈ രാജ്യത്തെ മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് മതം മാനദണ്ഡമാക്കി നിയമങ്ങൾ കൊണ്ടുവരുന്ന കാലത്ത് കൃത്യമായ രാഷ്ട്രീയ ബോധ്യത്തോടെ പറയുന്നതാണ്, അല്ലാതെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രസംഗിച്ച കാര്യമല്ല. മനസ്സിലായി. എടാ നാറി, നിനക്ക് നാണമുണ്ടോ? ഈ KM ഷാജി പറഞ്ഞത് ഒരു വർഗീയ പ്രസംഗമല്ല. KM ഷാജി അദ്ദേഹത്തിന്റെ മുസ്ലിം സ്വത്വബോധത്തിൽ നിന്നൊരു കാര്യം പ്രസംഗിക്കുമ്പോൾ മറ്റേതെങ്കിലും മതവിഭാഗത്തിലുള്ള മനുഷ്യരെ വേട്ടയാടണമെന്നും അവരുടെ താലിച്ചരട് പൊട്ടിക്കണമെന്നോ അല്ലെങ്കിൽ അവരെ ആക്ഷേപിക്കുന്ന രീതിയിലോ ഒരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അവനവന്റെ മതത്തിന് വേണ്ടി മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നതാണ് വർഗീയവാദം. അവനവന്റെ മത സ്വത്വബോധത്തിൽ നിന്ന് സംസാരിക്കുന്നതിൽ എന്താ തെറ്റ്? ഷാജി പറഞ്ഞ കാര്യത്തെ മിസ്കോട്ട് ചെയ്ത് ഉപയോഗിക്കാൻ പാടില്ല. ഒരു കാര്യം നിങ്ങൾ പറയുന്നു, മുസ്ലിം 10 വർഷക്കാലം
മുസ്ലിം ലീഗിന് മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെട്ട അവസരത്തിന് വേണ്ടിയാണ് എന്ന് KM ഷാജി പറഞ്ഞു. തീർച്ചയായിട്ടും അതെ. 10 വർഷക്കാലത്തെ RSS വൽക്കരിക്കപ്പെട്ട കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൽ നിന്ന് ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ മതന്യൂനപക്ഷങ്ങൾക്ക് ഒരു മോചനം കിട്ടണമെന്ന് KM ഷാജി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ലെന്നേ. ഈ പറഞ്ഞ മുദ്രാവാക്യങ്ങളൊക്കെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിലുണ്ട്. നിങ്ങളുടേതായ രീതിയിൽ കുൽസിതമായിട്ട് നിങ്ങൾ അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓഹോ, ഇതാണ് അതെ. എന്താ കുഴപ്പം? ഭരിക്കുന്നതിന്റെ ഏതെങ്കിലും രീതിയിലുള്ള ഭരണപരമായിട്ടുള്ള ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ, നേട്ടങ്ങൾ സാധാരണക്കാരായിട്ടുള്ള BJP-ക്കാർക്ക് കിട്ടിയിട്ടുണ്ടോ? ഗ്യാസിന്റെ വില കുറയ്ക്കാൻ പറ്റുന്നുണ്ടോ? പെട്രോളിന്റെ വില കുറയ്ക്കാൻ പറ്റുന്നുണ്ടോ? നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയ്ക്കാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ നിങ്ങൾ ആർക്ക് വേണ്ടിയാ ഭരിക്കുന്നത്? നിങ്ങൾക്ക് മാത്രമാണ്ടി, കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രം ഭരിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം ജിന്നയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗ് പാകിസ്ഥാൻ ഉണ്ടാക്കി പോയപ്പോ നിങ്ങളുടെ മുൻഗാമികൾ പറഞ്ഞ ദ്വിരാഷ്ട്രവാദത്തിന്റെ പിൻപറ്റിക്കൊണ്ട് ജിന്ന പോയപ്പോ ഈ രാജ്യത്തിന്റെ മതേതര സ്വത്വവാദത്തിൽ നിന്ന് ഈ രാജ്യത്തിന് രൂപം കൊടുക്കാൻ വേണ്ടിയിട്ട് പോരാടിയ മനുഷ്യരാണ് ഇന്നത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ചരിത്രം പരിശോധിച്ചാൽ മതി. മാനപ്രാവിന്റെ ഹൃദയം എന്ന് കേട്ടിട്ടുണ്ടോ? എങ്കിൽ അത് ഈ മനുഷ്യന്റെ ഹൃദയമാണ്. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. വാചസ്പതി ജിൻഡോ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടി പറയാം. ഇതിപ്പോ ശ്രീമാൻ ജിൻഡോയുടെ ഈ പ്രഭാഷണം കേൾക്കുമ്പോൾ ഏതൊരാൾക്കും മനസ്സിലാവും കോൺഗ്രസ് എങ്ങനെയാണ് മുസ്ലിങ്ങളുടെ ഇൻ ദ സെൻസ് മുസ്ലിം ലീഗിന്റെ വർഗീയ രാഷ്ട്രീയത്തിന് എത്രമാത്രം അടിപ്പെട്ടിട്ടുണ്ട് എന്നതിന്റെ ക്ലാസിക് എക്സാമ്പിളാണ് ജിൻഡോ ഇവിടെ നടത്തിയ പ്രസംഗം. കാരണം ശ്രീമാൻ ജിൻഡോ, താങ്കൾ ഇപ്പോൾ പറഞ്ഞല്ലോ KM ഷാജിയുടേത് സ്വത്വ രാഷ്ട്രീയവും വെള്ളാപ്പള്ളിയുടേത് വർഗീയവുമാകുന്നിടത്താണ് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ്. വെള്ളാപ്പള്ളിയോ സുകുമാരൻ നായരോ അവരവരുടെ സമുദായത്തിന് വേണ്ടി പറഞ്ഞാൽ വർഗീയത, മുസ്ലിം ലീഗ് നേതാവ് പറഞ്ഞാൽ സ്വത്വ രാഷ്ട്രീയം. ഇതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. നിങ്ങൾക്കിതിനെ ഒരേപോലെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളിടത്താണ് കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെയും വർഗീയ രാഷ്ട്രീയത്തെയും ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമി വർഗീയ പാർട്ടിയല്ല. നിങ്ങൾക്ക് കാന്തപുരം ഒരിക്കലും ഒരു സാമുദായിക നേതാവല്ല. അദ്ദേഹം കാന്തപുരമായാലും പാണക്കാട് തങ്ങളായാലും സാമുദായിക നേതാക്കന്മാരല്ല. ജിൻഡോ, ഞാൻ താങ്കൾ നിങ്ങൾ നിർത്തൂ. ഞാൻ ഇടപെട്ടിട്ടില്ലല്ലോ. മാന്യമായിട്ട് അവസാനിപ്പിക്കും. നല്ല ദിവസമല്ലേ, നിങ്ങൾ മുഖ്യമന്ത്രിയായ ദിവസമല്ലേ, മാന്യമായിട്ട് അവസാനിപ്പിക്കും. അപ്പൊ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വഴങ്ങിത്തരാം. പക്ഷെ സമയമില്ലാത്തതുകൊണ്ടാണ്. അവനവന്റെ മതത്തിനും സമുദായത്തിനും വേണ്ടി പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. അല്ല, നിങ്ങൾക്ക് എന്റെ സുഹൃത്തെ പ്രാതിനിധ്യം കിട്ടുന്നില്ല എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞത് വർഗീയമായി മാറി. അല്ല ജിൻഡോ, ഇത് ശരിയല്ല. ജിൻഡോ, നിങ്ങൾ അവിടെ സമാധാനമായിരിക്കും. നമ്മൾ മാന്യമായിട്ട് അവസാനിപ്പിക്കാം. ഞാൻ വീണ്ടും പറയാം. അല്ല, അത് പറഞ്ഞില്ല. അതിനോടൊപ്പം തന്നെ മുസ്ലിം സമുദായങ്ങളെ ആക്ഷേപിക്കുമ്പോൾ സമുദായങ്ങൾക്ക് വേണ്ടി വാദിച്ചുകൊണ്ടേയിരിക്കണം. പക്ഷേ മുസ്ലിം സമുദായങ്ങളെ മോശമായിട്ട് അത് വർഗീയവാദമായിട്ട് മാറും. ഇതിന്റെ വ്യത്യാസം മനസ്സിലാക്കുന്നത് ഏകപക്ഷീയമായിട്ട് കേൾക്കുന്നതുകൊണ്ടാണ് നിങ്ങളുടെ രാഷ്ട്രീയത്തെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ഇവിടെ ശ്രീമാൻ VD സതീശൻ തെരഞ്ഞെടുപ്പിന് മുൻപ് മുസ്ലിം സമുദായത്തിലെ മുഴുവൻ സമുദായ നേതാക്കന്മാരുടെയും തിണ്ണനിറങ്ങി, ഏതെങ്കിലും ഒരു ഹിന്ദു സമുദായ നേതാവിന്റെ തിണ്ണനിറങ്ങിയില്ല എന്നിടത്താണ് ഞങ്ങൾ നിങ്ങളെ ചോദ്യം ചെയ്തത്. താങ്കൾ ഇപ്പോൾ ലീഗിന്റെ ചരിത്രം പറഞ്ഞിട്ട് എന്നോട് ചരിത്രം പഠിക്കാൻ പറഞ്ഞല്ലോ. താങ്കളുടെ വലിയ നേതാവായ നെഹ്റു എന്താണ് ലീഗിനെ വിശേഷിപ്പിച്ചത്? കേരള നാണമില്ല ഇങ്ങനെയൊക്കെ പറയാനായിട്ട്. ഞങ്ങൾക്ക് സൗകര്യമുള്ള ആളുകളെ കാണും, സംസാരിക്കും. ഞങ്ങൾ കേരളത്തിലെ മുഴുവൻ മനുഷ്യരോട് സംസാരിച്ചത്, മനുഷ്യരോട്. അത് BJP-ക്കാർക്ക് മനസ്സിലാകില്ല, RSS-കാർക്ക് മനസ്സിലാകില്ല. ഞങ്ങൾ മുഴുവൻ മനുഷ്യരോട് സംസാരിച്ചതുകൊണ്ട് ഇത്ര വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ ഞങ്ങൾക്ക് മനസ്സിലാകില്ല. മതത്തിൽപ്പെട്ട മനുഷ്യരെ ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഞങ്ങൾക്ക് മനസ്സിലാകില്ല. നമ്മുടെ സമയം പൂർണ്ണമാകുന്നു. പോയി ചത്തുടണ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ. Yeah.